ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഗൈസ്. ഇത് ഞാൻ ആക്ച്വലി എപ്പോൾ പോസ്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ അനൗൺസ് ചെയ്തില്ല. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ടെക്നോ പാർക്കിലെ ജോബൊക്കെ ഞാൻ രാജിവെച്ച് ഞാൻ റെസിഗ്നേഷൻ ഇട്ട് ഗൈസ്. റെസിഗ്നേഷൻ ഇട്ട് ഞാൻ പുതിയൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ പുതിയൊരു ജോബ് കിട്ടി എനിക്ക്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പേപ്പർ ഇട്ട് ഇറങ്ങി. ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് അവിടുത്തെ പാക്കിംഗ്, അതായത് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പാക്കിംഗ് വ്ളോഗാണ് ഗൈസ്. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഇത്രയും വർഷം എനിക്കിപ്പോൾ 23 വയസ്സുണ്ട് ഗൈസ്. ഇത്രയും വർഷത്തിനിടയ്ക്ക് അങ്ങനെ എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല. ലൈക്ക് എന്താ വല്ല ക്യാമ്പോ വല്ല കോളേജിലെ ട്രിപ്പോ സ്കൂളിലെ ട്രിപ്പോ കുഞ്ഞുങ്ങളുടെ വീട്ടിൽ നിൽക്കൽ അങ്ങനെയൊക്കെ ഫാമിലി ട്രിപ്പ് അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ അങ്ങനെ മാറി നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ. അല്ലാതെ ഇത്രയും നാൾ ഞാൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇതെൻ്റെ ലൈഫിലെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ ഒത്തിരി സാധനങ്ങളൊക്കെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കൂടെ എനിക്ക് എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണമെന്ന് അറിയില്ല. ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ച് കുറേ സംഭവങ്ങളൊക്കെ പഠിച്ച് പക്ഷേ മനസ്സിലാക്കി എന്തൊക്കെയാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത് അങ്ങനെയൊക്കെ. അപ്പോൾ എൻ്റെ അനിയൻ ആക്ച്വലി എറണാകുളത്ത്, അവൻ അയ്യോ ഞാൻ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞില്ല ഏയ്സ്. ഞാൻ കൊച്ചിയിലാണ് ഞാൻ പുതുതായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ എൻ്റെ അനിയൻ കൊച്ചിയിലാണ്, അതായത് കൊച്ചിയിൽ തന്നെയാണ് ഫോട്ടോഗ്രാഫി പഠിക്കുന്നത്. അവൻ ആക്ച്വലി എവിടെയാ, അവൻ കടവന്ത്രയാണ്, ഞാൻ കാക്കനാടാണ്. ഞാൻ എവിടെ എന്തായിട്ടാ അതൊക്കെ ഞാൻ ജോബ് പോയി തുടങ്ങിയതിന് ശേഷം ഞാൻ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഓക്കെ. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരുപാട് നാളോട് ആഗ്രഹിക്കുന്നുണ്ട് ഗൈസ്, ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ചേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ള ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. ഓക്കെ. അപ്പം ഇന്നത്തെ ഗൈസ് ഇന്ന് ഞാനൊരു പാക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പം ഓരോരോ സാധനങ്ങളിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് ഞാൻ എൻ്റെ ഫ്രണ്ട് ഈ ഒരു വീഡിയോൻ്റെ എന്തായാലും ഇതിൻ്റെ യൂസ് ചെയ്യുന്നതും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് ഞാൻ ചെയ്തിടാം. ഇപ്പം ഞാൻ ഫസ്റ്റ് അതാ കാണിക്കുന്നത്. ഇതെൻ്റെ ഫ്രണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കണ്ടോ, ഇതാണ് സാധനം. ഇതൊരു സ്ക്രബാണ് ഗൈസ്. അതായത് നമുക്ക് അണ്ടർ ആമിൻ്റെ ബ്ലാക്ക് കളർ മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഓയിലി സ്കിന്നായിട്ടുള്ളവർക്ക് ആ ഓയിലി സംഭവം മാറാൻ വേണ്ടിയിട്ടും നമുക്ക് ഫേസ് വാഷ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കോഫി സ്ക്രബാണ് ഈ ഒരു സാധനം. വളരെ നാച്ചുറലായിട്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയൊരു സാധനമാണ്. ഇതെൻ്റെ ഫ്രണ്ട് ആൻസി ഫ്രാൻസിസിനെ മിക്കവരും എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാകും. അവൾ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അവൾ ഇതിപ്പം ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമുള്ളത് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ബയോയിൽ മെൻഷൻ ചെയ്യാം. അവളിത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇത് യൂസ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഫസ്റ്റ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നൊരു സാധനം. പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ റോസ്മേരിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എത്രത്തോളം റോസ്മേരി കൊണ്ട് നല്ല രീതിയിൽ മുടി വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോസ്മേരി ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ പൗഡർ. പിന്നെ അവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ബോഡി വാഷിൻ്റെ ആളാണ് ഗൈസ്. ഞാൻ സോപ്പല്ല യൂസ് ചെയ്യുന്നത്, ബോഡി വാഷാണ് യൂസ് ചെയ്യണത്. അത് പിന്നെ പൗഡർ. പിന്നെ ഇത് ആക്ച്വലി ഞാൻ ക്രീംസ് ഒന്നും യൂസ് ആക്കാറില്ല. ഇത് പക്ഷേ ഞാൻ ആ കടയിൽ ഇരുന്ന് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇത് ഞാൻ യൂസ് ചെയ്ത് തീരാറായെന്ന് തോന്നുന്നു. ഭയങ്കര ക്രേസ് ആയിട്ട് നല്ല മണവുമാണ്, അടിപൊളി മണമാണ്. ഇത് അലോവേരയുടെ ഒരു ക്രീമാട്ടോ, ഒരു ജെല്ല് പോലെ ഇരിക്കും. നമുക്ക് നൈറ്റ് കിടക്കുമ്പോൾ യൂസ് ചെയ്യാം, എപ്പോൾ വേണം നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇത് യൂസ് ചെയ്യാം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഈ ഇഞ്ചിയാണ് ഗൈസ്. ഇത് ഇങ്ങനെ തന്നെ ഇത് എത്ര രൂപയാണോ എന്തോല്ലേ, ഇത് 85 രൂപ. 85 രൂപയാണ് ഗൈസ്. ഇത് ആക്ച്വലി നല്ല നെഞ്ചരിച്ചിലുള്ളവർക്കും അവിടെ ഇരിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാ. അപ്പം ഗൈസ് എന്തായിരുന്നു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇതൊരു ഇഞ്ചിയുടെ ഒരു സംഭവം. ഞങ്ങളാണെങ്കിൽ ഞാനും അനുസരിക്കുന്നത് വെള്ളത്തിനകത്തൊക്കെ ഇട്ട് കുടിക്കും. എന്തെങ്കിലും ഫാറ്റൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ എന്നൊക്കെ പറയണം. മൂക്ക് മുട്ട തിന്നും കേട്ടോ ഞങ്ങൾ. ഞാൻ കുറേ ഇഞ്ചിയൊക്കെ മേടിച്ചിട്ട് വെള്ളത്തിൽ ഇട്ട് കലക്കിയൊക്കെ കുടിക്കുന്നത്. അങ്ങനെ ഇത് നല്ലതാണ്, നെഞ്ചരിച്ചിലുള്ളവർക്കൊക്കെ നല്ലതാ, അല്ലാതെ ഇതൊക്കെ പോകാനും എല്ലാം നല്ലതാ. പിന്നെ ഒരു ഫേസ് വാഷ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിൻലി നമുക്ക് അവിടെ ഹൈജീനായിട്ട് ഭയങ്കര ക്ലീനായിട്ട് നമ്മൾ ഇരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചിട്ടുള്ള സാധനമാണ്. കുറേ വലിച്ചു നീട്ടി ഞാൻ പറയുന്നുണ്ട് ഗൈസ്. ഇങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഞാനിങ്ങനെ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ 2 മണിക്കൂറായിട്ടും ഇത് തീരില്ല, എനിക്ക് സമയത്ത് പോകാനും പറ്റില്ല എന്ന്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അപ്പം തന്നെ ക്യാമറ ഓഫ് ചെയ്ത് ഞാൻ വന്ന് പാക്ക് ചെയ്യുന്ന രംഗങ്ങളാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഗൈസ് ഞാൻ പോകുന്നത്.
ഓക്കെ, ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അമ്മയും അമ്മാമ്മയൊക്കെ സൈഡിലിരുന്ന് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്നത്തെ ദിവസം ഉച്ചയ്ക്കാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത്. അതായത് റെസിഗ്നേഷൻ ഇട്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എനിക്ക് മേടിച്ച് അവിടെ നിന്ന് വരണം. നോട്ടീസ് പീരീഡ് കംപ്ലീറ്റ് ആക്കി അവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകണം ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി കുറച്ച് നേരം റിലാക്സ് ആയിട്ട് അവിടേക്ക് ഇരിക്കുന്ന രംഗങ്ങളാണ്. ഇത് ഞാൻ അവിടെ നിന്ന് പേപ്പറൊക്കെ ഇട്ട് ഒരു സ്പീച്ചൊക്കെ നടത്തുമല്ലോ നമ്മൾ, 1 year ആയിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്യുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങി സ്ഥിരം ഇവിടെ വന്ന് ഇരിക്കാറുണ്ട്. ഭയങ്കര അവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് എന്തൊക്കെയോ ഭയങ്കരമായ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് വളരെ ഫ്രീ മൈൻഡഡായി ഇരിക്കും പോലൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. ഈ കടയിൽ നിന്നൊക്കെ ഈ ഒരു മാർജിൻ ഫ്രീന്ന് നമ്മളെപ്പോഴും സാധനം വയ്ക്കുന്ന അവിടെ തന്നെ ഈ ചായ കടി ജ്യൂസൊക്കെ ഉണ്ട്, അവിടെ നിന്നൊക്കെ വാങ്ങാറുണ്ട്. ഞാൻ കഴക്കൂട്ടിൽ നിന്ന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് അവിടുത്തെ ഫുഡാണ് ഗൈസ്. ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. എനിക്ക് ആ പേപ്പർ ഇട്ട് ഇറങ്ങിപ്പോയപ്പോൾ എനിക്ക് ഇത്രയും സന്തോഷം വേറെ ഇല്ല ഗൈസ്. എന്നുവെച്ചാൽ നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് സാധനങ്ങൾ അവിടെ ഇറക്കി വെച്ച് പറയേണ്ടവരത്തൊക്കെ എല്ലാം പറഞ്ഞ് സെറ്റായിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്. പിന്നീട് ഞാനും ഫാമിലിയും തിരിച്ച് എന്താ പറയുക അവിടെ നിന്ന് അതെ എൻ്റെ വീട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് രാത്രി വരികയാണ് ഗൈസ്. നമ്മളവിടെ നിന്ന് ഒരു 6 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷേ 8 മണിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇപ്പോൾ ഒരു പാതിരാത്രിയാണ് ഗൈസ്. ഇതൊരു 12 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളൊരു ഷോപ്പിൻ്റെ അവിടെ കൊണ്ടുപോയി നിർത്തി എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.